അപ്പൊ സന്തോഷി ദിവസം ആരംഭിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു. അങ്ങനെ ഉത്തരം പറഞ്ഞു. അത് രാത്രി 12 മണിക്കാണ്. അത് രാത്രി 12 മണി വരെയാണ്. അപ്പൊ ഉദയവും അസ്തമയവും നമ്മൾ അറിയുന്നില്ല. സത്യത്തിൽ ആ സമയം നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ദിവസം ആരംഭിക്കുന്നത് ഉദയത്തോടു കൂടിയാണെന്നാണല്ലോ ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താ, തമ്മിലുള്ള വ്യത്യാസം? ഡാർക്ക് എനർജിയിലാണ് ദിവസം തുടങ്ങുന്നത്, അത് നമ്മൾ അറിയുന്നില്ല. ദിവസം തീരുന്നത് ഡാർക്ക് എനർജിയിലാണ്, അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ജ്യോതിശാസ്ത്രം, അറിവിൻ്റെ ശാസ്ത്രം, വേദശാസ്ത്രത്തിൻ്റെ പ്രകാരം ഒരു ദിവസം തുടങ്ങുന്നത് ഉദയത്തോടു കൂടിയിട്ടാണ്. അത് വൈറ്റ് എനർജി, പോസിറ്റീവായിട്ടുള്ള ഇതാണ് തുടങ്ങുന്നത്. മറ്റേ നെഗറ്റീവാണ്, ആകാശമാണ് നെഗറ്റീവ്. ഇലക്ട്രോണിനെ എടുത്താലും ആകാശമാണ് നെഗറ്റീവ് കണമാകാൻ കാരണമായിരിക്കുന്നത് സ്പേസാണ്. അഗ്നി പ്ലസ് ആകാശം സമമാണ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ രാത്രിയിൽ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ദോഷങ്ങളാണ്. ദോഷങ്ങളുടെ സമയമാണ് 12 മണിക്ക് തുടങ്ങുന്നതെങ്കിൽ രാവിലെ ഉദയത്തോടു കൂടിയിട്ട് തുടങ്ങുന്നത് ഗുണത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, അറിവിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ അനുഗ്രഹങ്ങളും തരുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് കാരണം ഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഡേ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. കാരണം ദീപം എന്ന് പറയുന്ന പ്രതിഭാസം, ദൈവം പ്രസാദിക്കുന്നത്, പോസിറ്റീവായിട്ട് മാറുന്നത്, 3 പുരുഷഭാവത്തിലേക്ക് പ്രകൃതി ചെയ്യിച്ചാവുന്നത്. അപ്പോൾ പലപ്പോഴും ദിനകാരകനായിരിക്കുന്ന ദിനകരൻ അതെ 12 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, 12 ഭാവങ്ങളിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നു. ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തോന്നും ചിലപ്പോൾ പ്രഭാകരൻ, ആദിത്യൻ, ദിവാകരൻ, ദിനകരൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഒരാളാണെന്ന് വിചാരിക്കും. പക്ഷെ 12 സ്വഭാവമാണ്. ഓരോ മണിക്കൂറിൽ ഓരോ സ്വഭാവമാണ്. അപ്പോൾ അത് വേദത്തിലേക്ക് സൂക്ഷ്മമായിട്ട് ചെല്ലുമ്പോഴാണ് 12 ഭാവങ്ങളിലൂടെ എങ്ങനെയാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്, 12 മാസങ്ങൾക്ക് കാരണം എന്താണ്, ഋതുക്കളുടെ ആരോഹണവും അവരോഹണവും എങ്ങനെയാണ് സൂര്യൻ്റെ ഭാവ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്നത്, ഭൂമിയുടെ സഞ്ചാരം എങ്ങനെയാണ് സൂര്യൻ്റെ ആ ഗുണത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. ഇപ്പോൾ രാവിലെ സൂര്യൻ്റെ ഉദയത്തോടു കൂടിയിട്ട് നക്ഷത്രങ്ങളുടെ സ്വാധീനം രേഖപ്പെടുത്തും. പ്രവൃത്തി സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, തീർച്ചയായിട്ടും ആക്റ്റീവായി സത്വഗുണത്താൽ വിഷ്ണു ഉണർന്നു, അതായത് സസ്യലോകം ഉണർന്നു. നമുക്ക് മുഴുവൻ അനുഗ്രഹവർഷം, ജീവനാംശം. വിഷ്ണു ഉണർന്നതിന് ശേഷമേ ഭക്ഷണം കഴിക്കുള്ളൂ. സൂര്യൻ ഉദിച്ചാലും വിഷ്ണു ഉണർന്നു കഴിഞ്ഞിട്ടേ, വിഷ്ണു ഭക്ഷണം കഴിച്ചിട്ടേ നമ്മൾ കഴിക്കാവൂ. വിഷ്ണു ലോകം ഉണർന്നു കഴിഞ്ഞിട്ടേ നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. സസ്യലോകം ഉണർന്ന് അവർ പാകം ചെയ്ത് കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കാവൂ. വിഷ്ണുവിന് കൊടുത്തിട്ട് നമ്മൾ കഴിക്കാവൂ. നമ്മുടെ ജീവനാംശ പാലകനാണ്, നമ്മുടെ സ്ഥിതിപാലകനാണ്. അവരെ ഊട്ടിയിട്ടേ നമുക്ക് ഉണ്ണാൻ യോഗ്യതയുള്ളൂ, അത്രേ ഉള്ളൂ, വിധിയുള്ളൂ. എന്നും പ്രഭാതത്തില് വിഷ്ണു പൂജ കഴിഞ്ഞ് വിഷ്ണുവിന്റെ നേദ്യം കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതെങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യനാണ് ചെയ്യുന്ന പ്രക്രിയ? എങ്ങനെയാണ് പ്രകൃതി എങ്ങനെയാണ് സിസ്റ്റം ചെയ്ത് ഊട്ടണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ രാവിലെ ഈ വൃക്ഷപ്രകൃതിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വെള്ളം ലഭ്യമല്ലാത്ത കാലത്താണെങ്കിൽ ജലം കൊടുക്കാം വീട്ടില്, അതിനെ പരിപാലിക്കാം. അത് ഊട്ട് തന്നെയാണ്. പ്രകൃതി അവർ സ്വയം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, നിരന്തര പരിശ്രമത്തിലൂടെയാണ് ഈ സസ്യപ്രകൃതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ ആ സൗരോർജത്താൽ ആഹാരം പാകം ചെയ്ത് കഴിഞ്ഞ് അവർക്ക് അവർ ആ ഊർജത്തെ പ്രസരിപ്പിച്ച് സദ്ഗുണത്തെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് അവരുടെ ഉൽപ്പന്നമാണല്ലോ. മഹാവർഷ പ്രകൃതി വരാത്ത ഒരാഹാരവും നമുക്ക് യോഗ്യമല്ലല്ലോ. അല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല, വിഷ്ണുവിനെ മറച്ചു പിടിച്ചിരിക്കുക, എന്താന്ന് പറയുന്നില്ല. ഇപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ, ഹരി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണം, ഈ ഹരിതലോകമാണ്. നമ്മുടെ സ്ഥിതിപാലകനായിരിക്കുന്ന, നമുക്ക് ജീവനാംശം തരുന്ന, നമുക്ക് വായുവിനെ തരുന്ന, നമ്മളുടെ ഔഷധത്തെ തരുന്ന, ആയുസിനെ തരുന്ന, നമുക്ക് വസ്ത്രത്തെ തരുന്ന, നമുക്ക് സർവ്വതിനെയും തരുന്ന, നമുക്ക് എല്ലാ ജീവനാംശവും കൈനീട്ടി വായിക്കാൻ പറ്റുന്ന, സൗജന്യമായിട്ട് നമുക്ക് കിട്ടാൻ അവകാശമുള്ള ആ ഹരിയുടെ ആ ജീവനാംശത്തെ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, നമ്മൾ ഏത് വിധേനയും ആഹരിക്കുന്നതും എന്ത് സംഭവവും ഈ വിഷ്ണു ലോകത്തിൽ നിന്നാണല്ലോ. ഈ മഹാവർഷ പ്രകൃതിയുടെ വിഭവമാണല്ലോ നമ്മൾ എല്ലാ തരത്തിലും ആഗിരണം ചെയ്യുന്നത്. അത് വസ്ത്രമായിട്ടാണെങ്കിലും ആഹാരമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം. അതെ, നമ്മൾ ആദ്യം ആ വിഷ്ണു ഉണർന്നതിന് ശേഷം ആഹാരം കഴിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രാവിലെ 8 മണിക്ക് മുമ്പ് നമ്മൾ ആഹാരം കഴിക്കുന്നു. അപ്പോൾ
അവിടെ നിന്ന് നമ്മൾ എല്ലാ അനുഗ്രഹമാണ്. പിന്നെ കാരണം രാവിലെ സത്വഗുണത്താലാണ്, ഉച്ചയ്ക്ക് രജോ ഗുണമാണ്, അഗ്നിയാണ്, പോസിറ്റീവാണ്, വൈകുന്നേരം തമോ ഗുണമാണ്, മണ്ണാണ്. അപ്പോൾ അസ്തമയം വരെയുള്ള സമയത്ത് 3 പോസിറ്റീവ് ശക്തികളാണ്. വൃക്ഷലോകം, അഗ്നി, മണ്ണ്. അതായത് വിഷ്ണു, ബ്രഹ്മാവ്, ശിവ എന്ന് പറയുന്ന 3 ശക്തികൾ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ത്രികണശക്തിക്ക് കാരണമായിരിക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം പറഞ്ഞ